കേരളത്തിലെ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ഉന്നമനത്തിനും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ. ജില്ലയുടെ തന്നെ കരുത്തനായ സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖിന്റെയും സംസ്ഥാന സമിതി അംഗം ഹർഷകുമാറിന്റെയും അതുപോലെ തന്നെ മീഡിയ കോർഡിനേറ്ററായി രംഗത്തുള്ള പ്രിയങ്കരനായ പാപ്പനംകോട് മുന്ന ഉൾപ്പെടെയുള്ളവരുടെ അതുപോലെ അബ്ദുറഹ്മാൻ അബൂബക്കർ തന്നെ ജില്ലാ പ്രസിഡന്റായി, പ്രസാദ് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ്, നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കൊച്ചാമൻ ചന്ദ്രകുമാർ സെക്രട്ടറിയും അബ്ദുറഹ്മാൻ ജോയിന്റ് സെക്രട്ടറിയും, ട്രഷററായി സൈമൺ, മീഡിയ കോർഡിനേറ്ററായി പാപ്പനംകോട് മുന്ന, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അജയ്, രാംകുമാർ, സജ്ജാദ് ഫഹീർ, ഷാഹി അഹമ്മദ്, ഗോപകുമാർ മാതക. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള ജനതാ ന്യൂസ് ഉൾപ്പെടെയുള്ള പല ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് KMPU, കേരള മീഡിയ പേഴ്സൺ യൂണിയൻ. ഇതിന്റെ 3ാം വർഷ സമ്മേളനം, ജില്ലാ സമ്മേളനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ബാലരാമപുരം വ്യാപാരി ഭവനിൽ നടക്കുന്നത്. രാവിലെ തന്നെ ഇതിന്റെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകരും ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടന സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് MLA വിൻസെന്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിന്റെ ലൈവിലേക്കാണ് പോകുന്നത്. കാരണം ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാള ജനത ന്യൂസിനെ പോലെയുള്ള പല ന്യൂസുകളും സത്യസന്ധമായ നിലയിലാണ് വാർത്തകൾ രംഗത്ത് കൊണ്ടുവരുന്നത്. സത്യത്തിൽ അവർക്കൊരു ആവേശം പകരുന്നതാണ് KMPU എന്ന സംഘടന പ്രവർത്തിച്ചു വരുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ മുതലെയുള്ള രംഗത്ത് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഈ KMPU സ്വന്തമായുള്ള ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങുകയാണ്. തിരുവനന്തപുരത്തും ഒരു ചാനൽ ഉടനെ തന്നെ വരുന്നുണ്ട്. എങ്കിൽ ഈ ഒരു സത്യസന്ധമായ നിലയിൽ വാർത്തകൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി KMPU നൽകുന്ന പ്രോത്സാഹനം വലുതാണ്. എന്താണ് KMPUവിനെ കുറിച്ച് വിൻസെന്റ് MLAക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ലൈവിലൂടെ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് നിങ്ങൾ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മലയാള ജനതാ ന്യൂസും നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ KMPUവിന് എന്താണെന്ന് പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടത്. എന്തായാലും ലൈവിലേക്ക് പോകാം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ദൃശ്യ ഡിജിറ്റൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ KMPUവിന്റെ 3ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിൻസെന്റ് MLA. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമ പ്രവർത്തനത്തിനായി നിയമസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുമെന്നും അതിനായി രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെടുമെന്നും അഡ്വക്കേറ്റ് M. വിൻസെന്റ് കൂട്ടിച്ചേർത്തു. വലിയ ചാനലുകൾ വാർത്തകൾ രംഗത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ വഴി പ്രാദേശിക ചാനലുകളാണ് സത്യം പുറത്തു കൊണ്ടുവരികയും പിന്നീടാണ് ഇത് അന്തിച്ചർച്ചയും വലിയ ചർച്ചകളുമായി വലിയ ചാനലുകളിൽ സ്ഥാനം പിടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ വർത്തിക്കുന്ന ആളുകൾ ഇതിൽ പങ്കെടുത്തു. രാവിലെ തന്നെ ആരംഭിച്ച ഈ ഒരു സമ്മേളനം ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് അവസാനിച്ചത്. പ്രമുഖരായ പല പത്രമാധ്യമ ദൃശ്യ മേഖലകൾ വർക്ക് ചെയ്യുന്നവരും ഇതിൽ പങ്കെടുത്തത് ഏറെ ശ്രദ്ധേയമായി. കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ഈ 3 വർഷം കൊണ്ട് എന്ത് ചെയ്തുവെന്നും എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്നുമുള്ള വിശദീകരണം സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് വിശദീകരിച്ചു. സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് പ്രചോദനം നൽകുന്നത് ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരല്ല, മറിച്ച് വെയിലും മഴയും നേരിട്ട് പ്രാദേശിക രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് എന്നും ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വിൻസെന്റ് MLA കൂട്ടിച്ചേർത്തത് പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം ഉളവാക്കി. ജില്ലാ പ്രസിഡന്റ് A. അബൂബക്കർ അധ്യക്ഷനായ സമ്മേളനത്തിൽ KPCC മെമ്പർ അഡ്വക്കേറ്റ് വിൻസെന്റ് D. പോൾ ട്രേഡ് യൂണിയനും മാധ്യമപ്രവർത്തനവും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MH ഹുമയൂൺ കബീർ, BJP കോവളം മണ്ഡലം പ്രസിഡന്റ് MS ശിവകുമാർ, KMPU സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖ്, സംസ്ഥാന സമിതി അംഗം B. ഹർഷകുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ AJ ഷഹാർ, AM സുധീർ, KMPU ജില്ലാ രക്ഷാധികാരി ആലങ്കോട് നാസിമുദ്ദീൻ, ജില്ലാ സെക്രട്ടറി കൊറ്റാമൻ ചന്ദ്രകുമാർ, മീഡിയ കോർഡിനേറ്റർ പാപ്പനംകോട് മുന്ന, ജോയിന്റ് സെക്രട്ടറി പള്ളിത്തെരുവ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. KMPUവിന്റെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി M. അബൂബക്കർ, സെക്രട്ടറിയായി കൊറ്റാമൻ ചന്ദ്രകുമാർ, ട്രഷററായി സൈമൺ, ജില്ലാ രക്ഷാധികാരിയായി ആലങ്കോട് നാസിമുദ്ദീൻ, മീഡിയ കോർഡിനേറ്ററായി പാപ്പനംകോട് മുന്ന, വൈസ് പ്രസിഡന്റായി പ്രസാദ് ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിയായി അബ്ദുറഹ്മാൻ പള്ളിത്തെരുവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി MJ ഷഹാർ, അജയ്, MS പ്രേംകുമാർ, സജ്ജാദ്, ഷഹീർ, ഷാഹി ഇഫക്സ്, ഗോപകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. മലപ്പുറം ചങ്ങരംകുളത്ത് നടക്കുന്ന സംസ്ഥാന
KMPU സമ്മേളനം വിജയിപ്പിക്കുവാനും ജില്ലയിൽ നിന്നും പരമാവധി പ്രവർത്തകരെ അവിടെ പങ്കെടുപ്പിക്കുവാനും സമ്മേളനം ഐക്യകണ്ഠേന തീരുമാനിച്ചു. KMPU പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും സർക്കാർ അംഗീകാരമുള്ള പ്രത്യേക ID കാർഡുകൾ വിൻസെന്റ് MLA വിതരണം ചെയ്തു. അവർക്ക് ID കാർഡിന്റെ വിതരണം നടത്തിക്കൊണ്ട് MLA നൽകി. അതുപോലെ അടുത്ത് ഈ പ്രോഗ്രാമിന്റെ കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ന്യൂസിന്റെ ലൈവ് പേജ് നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങളുടെ കമന്റ്സുകൾ അറിയിക്കുകയും ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുകയും നിങ്ങളുടെ കമന്റ്സുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. മലയാള ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ്. അബ്ദുറഹ്മാൻ റജീബ് അഹമ്മദ്, ശ്രീ റഹീം എസ് റഹീം, പാപ്പനങ്കോട് മുന്ന ചെയർമാൻ T ഹർഷകുമാർ, ജയപ്രകാശ് ഉണ്ടോ? ജയപ്രകാശ്, ജനയുഗത്തിന്റെ റിപ്പോർട്ടുകളുള്ള സൈമൺ, കിഷോർ അലക്സ്, ഗോപകുമാരൻ നായർ, അജയകുമാർ പി എസ്, വിശാഖ് ഹരീന്ദ്രൻ, സെയ്ദ് ഉസ്മാൻ, അനിൽകുമാർ എസ്, ഒറ്റാമൻ ചന്ദ്രകുമാർ, അജി എസ്, സജ്ജാദ് സഹീർ, അനിൽ ടി എസ്, ബിജു ബി, സുബൈർ ഖാൻ, അനിൽകുമാർ പി വൈ, ജോസ്മോൻ ഡി എസ്, മുഹമ്മദ് ഷബീർ, ശിവരാജേന്ദ്രൻ എത്തിയിട്ടുണ്ടോ? ഇല്ല, പലരും രാവിലെ വന്നിട്ട് കുറെ പേര് മടങ്ങിപ്പോയി. അവർക്കൊക്കെ ഏൽപ്പിക്കുന്നതായിരിക്കും. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ജില്ലാ കോർഡിനേറ്ററും ട്രഷററും കൂടിയായിട്ടുള്ള പാപ്പനംകോട് മുന്നിൽ പരിപാടിയിൽ പങ്കെടുത്ത് ജയിപ്പിച്ച എല്ലാ പ്രതിനിധികൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം പുതിയ ജില്ലാ ഭാരവാഹികൾ ദയവായി എല്ലാ വേദിയിലേക്ക് വരണം. ഫോട്ടോ സെക്ഷനാണ്. എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും വേദിയിലേക്ക് വരണം. യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാവൂ. നന്ദി, നമസ്കാരം. ഇതിന്റെ സമ്മേളനം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. അതോടൊപ്പം പുതിയ ഭാരവാഹികളെയും ഇവിടെ സെലക്ട് ചെയ്തു. എന്തായാലും കേരള മീഡിയ പേഴ്സൺ യൂണിയൻ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികളുണ്ട്. നമുക്ക് അവരോടുകൂടെ ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ്. മലയാള ന്യൂസ് ലൈവ് കാണുന്ന പ്രേക്ഷകരോട് KMP ഇപ്പോൾ വളരെയധികം 3 വർഷം കൊണ്ട് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി പുതിയ തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്താണ് കാണുന്ന പ്രേക്ഷകരോട് സത്യത്തിൽ KMPU ഈ പറഞ്ഞ ഡിജിറ്റൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് മറ്റും കൊടുക്കുന്ന ഒരു താങ്ങും തണലായിട്ട് എന്താണ് കൊടുക്കുന്നത്? കേരളത്തിലെ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ഉന്നമനത്തിനും അവരുടെ
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ. അതിന്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സെക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാലും നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. എന്താണ് KMPന്റെ പുതിയൊരു ഉദ്യമമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചത്? വീണ്ടും തിരുവനന്തപുരം ജില്ലയുടെ ചുമതല എന്നിൽ ഏൽപ്പിച്ചതിൽ വളരെയധികം ഭാരിച്ച ഉത്തരവാദിത്വത്തോടു കൂടി ഈ ഒരു സ്ഥാനത്തെ കാണുന്നു. വരുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു അടിയന്തര പ്രാധാന്യമുള്ള കാര്യം. സമ്മേളനത്തിന് സംസ്ഥാന തലത്തിൽ എല്ലാ അംഗങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ജില്ലയിലെ എല്ലാ അംഗങ്ങളും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ജില്ലയിലെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ സംഘടനയെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ജില്ലയുടെ തന്നെ കരുത്തനായ സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖിന്റെയും സംസ്ഥാന സമിതി അംഗം ഹർഷകുമാറിന്റെയും അതുപോലെ തന്നെ മീഡിയ കോർഡിനേറ്ററായി രംഗത്തുള്ള പ്രിയങ്കരനായ പാപ്പനംകോട് ജില്ലാ ഭാരവാഹികൾ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ട് കരുത്തുറ്റ ഒരു ജില്ലാ കമ്മിറ്റിയെ നയിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. എന്നാലും ഇവിടെ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പാണ്. ഈ പറഞ്ഞതുപോലെ KMPന്റെ ജില്ലാ സമ്മേളനമാണ് ഇവിടെ അവസാനിച്ചത്. പുതിയ ഭാരവാഹികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സത്യസന്ധമായി വാർത്തകൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും പിന്നിൽ താങ്ങായി ആൾ വേണം. അതാണ് KMPU അത് ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചത്. എന്നാൽ മനോജ ന്യൂസിന്റെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് എന്നെയും ഒരു ജോയിന്റ് സെക്രട്ടറി ആയി ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനും ഒരു നന്ദി അറിയിക്കണം. എന്തായാലും എന്നാൽ കഴിയുന്നതിൽ അതിനും ഉണ്ടാകും. ഏതായാലും നിങ്ങളെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് ഉണ്ടാക്കണം. എന്തായാലും ഈ ന്യൂസ് ഇവിടെ വൈൻഡപ്പിയാണ്. പുതിയ ന്യൂസുമായി കാണാൻ തൽക്കാലം ഇവിടെ ബൈ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.